ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ. രശ്മിക്ക് കൊട്ടാരക്കരയിൽ ഉജ്ജ്വല സ്വീകരണം. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ പുതുതായി ബി.ജെ.പിയിലേക്ക് എത്തിയവരെയും സ്വീകരിച്ചു. കോൺഗ്രസിൽ ഏറെക്കാലം പ്രവർത്തിച്ച കൊട്ടാരക്കരയിലെ സമുന്നത നേതാവും മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ആർ. രശ്മി ബി.ജെ.പിയിൽ ചേർന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിരുന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച രശ്മിക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് കൊട്ടാരക്കരയിൽ ബി.ജെ.പി. ഒരുക്കിയത്. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് തുടങ്ങിയ നേതാക്കൾ ചേർന്ന് പുഷ്പഹാരം ചാർത്തിയാണ് രശ്മിയെ സ്വീകരിച്ചത്. സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി.കെ. കൃഷ്ണദാസ് ആർ. രശ്മിയുടെ ബി.ജെ.പി. പ്രവേശനം ഒറ്റപ്പെട്ടതല്ലെന്നും ഇനിയും നിരവധി നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നും പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ആർ. രശ്മിയുടെ ബി.ജെ.പി. പ്രവേശനം അത് കേവലം ഒറ്റപ്പെട്ടതല്ല. വരാനിരിക്കുന്ന നാളുകളിൽ കോൺഗ്രസിന്റെ പ്രഗത്ഭരായ പലരും രശ്മിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാനത്ത് ഭരണപക്ഷ വിരുദ്ധ വികാരം മാത്രമല്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരവും അലയടിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇരു മുന്നണികൾക്കും പങ്കുണ്ടെന്നും കേസ് CBI അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തിനെതിരാണ് ഇവര്, വിശ്വാസികൾക്കെതിരാണിത്. പക്ഷേ അയ്യപ്പനിൽ വിശ്വാസമില്ലെങ്കിലും, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിലും അയ്യപ്പന്റെ സ്വർണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ നോക്കൂ, മാർക്സിസ്റ്റുകാരും കോൺഗ്രസും കൊള്ളയടിക്കാൻ ക്ഷേത്രം മാത്രമേ ഉപയോഗിക്കുന്നത്. മറ്റൊരു ദേവ ആരാധനാലയത്തിലും അവർ തൊടാൻ പാടില്ല. നമ്മുടെ അഭിപ്രായം, ഹിന്ദു ദേവാലയമായാലും ക്രിസ്ത്യൻ ദേവാലയമായാലും മുസ്ലിം ദേവാലയമായാലും രാഷ്ട്രീയക്കാർ, ഭരണകൂടം ഇടപെടരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത സർക്കാർ മദ്യക്കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ മുഖം കാണാൻ ആളുകൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മോഹൻലാലിനെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിച്ചതെന്ന് പരിഹസിച്ചു. നോക്കൂ, പിണറായി വിജയന്റെ മുഖം, മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടാൽ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ എന്തുണ്ടായി? മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് ഈ കേരളത്തിൽ? സമ്മേളനത്തിൽ ഇടതു വലതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ബി.ജെ.പിയിൽ ചേർന്നു. ഉജ്ജ്വലമായ സ്വീകരണം ലഭിച്ച ആർ. രശ്മി ബി.ജെ.പിയിൽ ചേർന്നത് തന്റെ സുപ്രധാനമായ തീരുമാനമാണെന്നും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒപ്പമുണ്ടാകുമെന്നും പറഞ്ഞു. ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പരിപാവനമായ സംസ്കാരങ്ങളെ, വൈവിധ്യങ്ങളെ സംസ്കാരം എന്ന ഏകതയുടെ പൊന്നൂലിൽ ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയത മാത്രമല്ല, സ്ത്രീ സമൂഹം അടക്കമുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമസ്ത മേഖലയിലും വികസനം എത്തിച്ചുകൊണ്ട് സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്ന പ്രസ്ഥാനം, അതാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് തന്നെയാണ് എന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. നിരവധി പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ബി.ജെ.പി. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രവർത്തകർ പങ്കെടുത്തു. ജനം, കൊല്ലം.